Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, good morning. So, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചില്ലേ അല്ലെ? ഫ്രണ്ട് ഓഫീസ് കഴിഞ്ഞു. നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചു അല്ലെ? ഇത്രയല്ലേ ചെയ്തത്? റോബോട്ട് അസിസ്റ്റഡ് സർജറി. ഓക്കെ, നോക്കിയോ റോബോട്ട് അസിസ്റ്റഡ് സർജറി എന്താന്നുള്ളത്? നോക്കിയിരുന്നോ? ക്ലിയർ ആയോ അത്? ആ റോബോട്ടിക് ആംസ് ഒക്കെ കണ്ടോ? പിക്ചർ കണ്ടോ? പിക്ചർ കണ്ടാ മതി, പിക്ചറിൽ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ നമുക്കിന്ന് ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ OT എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് കടക്കാം വേണ്ട. എനിക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്താണ്? അതിന് ഇൻട്രൊഡക്ഷൻ ആണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത് കേട്ടോ. An operation theatre is a place where certain intrusive surgical procedures, which means operation that involve cutting into and working inside a patient's body, take place. First sentence ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. എന്താണ് ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്നാണ് അവിടെ ആദ്യമായിട്ട് പറയുന്നത്. ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിലെ പ്ലേസ് ആണ്, ഒരു സ്ഥലമാണ് അല്ലെ, ഒരിടമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാ? Where certain intrusive surgical procedures, intrusive എന്ന് പറഞ്ഞാൽ എന്താ? ആഴത്തിൽ അല്ലെങ്കിൽ ഒരു മുറിവുണ്ടാക്കുന്ന രീതിയിലുള്ള അല്ലെ, ഒരു മുറിവുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സർജിക്കൽ പ്രൊസീജിയർ, ഒരു ശസ്ത്രക്രിയ നടപടിക്രമങ്ങൾ നടത്തുന്ന ഹോസ്പിറ്റലിലെ ഇടമാണ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് അല്ലെ. And which means operation that involve cutting into and working inside a patient's body take place. ഒരു ഓപ്പറേഷൻ നമുക്കറിയാം, ഒരു ഓപ്പറേഷൻ നടത്തുന്നത് എങ്ങനെയാ? അവരുടെ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? മുറിവുണ്ടാക്കുന്നുണ്ട് അല്ലെ, മുറിവുണ്ടാക്കുക അല്ലെങ്കിൽ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അവരുടെ ബോഡിയുടെ ഉള്ളിലുള്ള ആന്തരിക ഭാഗങ്ങളിൽ എന്തൊക്കെയാണോ പ്രശ്നങ്ങളുള്ളത് അവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ, പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് റൂം എന്നും പറയാം കേട്ടോ അതിനെ. ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് അത് ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയർ അല്ലെങ്കിൽ മുറിവുണ്ടാക്കുന്ന രീതിയിലുള്ള ശസ്ത്രക്രിയ നടപടിക്രമങ്ങൾ ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഇടമാണ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഇനി അവരുടെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാല് ദാറ്റ് ഇൻവോൾവ് കട്ടിങ് ഇൻ ടു ആൻഡ് വർക്കിംഗ് ഇൻസൈഡ് എ പേഷ്യൻസ് ബോഡി. ഒരു വ്യക്തിയുടെ ഒരു പേഷ്യന്റിന്റെ ബോഡി കട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ മുറിവുണ്ടാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്തിട്ട് അതിനുള്ളിലുള്ള അവരുടെ ബോഡിയുടെ ഉള്ളില് വർക്ക് ചെയ്യുന്നു, പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെയാണ് ഒരു ഓപ്പറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? എന്താണ് ഒരു ഓപ്പറേഷൻ തിയേറ്റർ, എന്താണ് ഒരു ഓപ്പറേഷൻ എന്ന് മനസ്സിലായോ? ഓക്കെ ആണോ? Okay, this may contain either minimally invasive procedure such as keyhole surgery, where cameras and laparoscope are inserted through small incisions, or open surgery where surgeons make larger cuts to reach the internal organs. അപ്പൊ നമുക്കൊരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു മിനിമലി ഇൻവേസീവ്, അതായത് വളരെ ചെറിയ രീതിയിലുള്ള മുറിവുകൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് നടത്താം. അതായത് കീഹോൾ സർജറി പോലെയുള്ളവ. അവിടെ അധികം വലിയ രീതിയിലുള്ള ആഴത്തിലുള്ള രീതിയിൽ അല്ലെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള മുറിവോ കാര്യങ്ങളോ ഒന്നും ഒരു കീഹോൾ സർജറി പോലെയുള്ളവയിൽ ഉണ്ടാവുന്നില്ല. Where cameras and laparoscope are inserted through small incision. ഇങ്ങനെയുള്ള ചെറിയ മുറിവുകളിലൂടെ നമുക്ക് ക്യാമറയും ലാപ്രോസ്കോപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ട്യൂബാണ് കേട്ടോ. ആ ഒരു ട്യൂബിലാണ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ക്യാമറയും കാര്യങ്ങളൊക്കെ ഘടിപ്പിച്ചുകൊണ്ട് ആ പേഷ്യൻസിന്റെ ആ ഒരു ചെറിയ മുറിവിലൂടെ ഈ ലാപ്രോസ്കോപ്പ്, ക്യാമറയിൽ ഉൾപ്പെടുന്ന ആ ലാപ്രോസ്കോപ്പ് അല്ലെങ്കിൽ ആ ഒരു ഇൻഫ്ലെക്സിബിൾ ട്യൂബുകൾ കടത്തിവിട്ട് നമുക്ക് അവിടുത്തെ ആന്തരിക ഭാഗം അല്ലെങ്കിൽ ആ ഒരു അബ്ഡോമിനൽ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ചെറിയ കീഹോൾ സർജറികൾ, അത് വളരെ മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള വളരെ ചെറിയ രീതിയിലുള്ള മുറിവുകളുള്ള നമുക്ക് എങ്ങനെയാണ് കീഹോൾ സർജറി പോലെയുള്ളവ നമുക്ക് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ എന്ത് ചെയ്യാൻ പറ്റും? നടത്താൻ സാധിക്കും അല്ലെ. അതുപോലെ തന്നെ ഒരു മേജർ സർജറി, ഒരു ഓപ്പൺ സർജറികൾ ചെയ്യാം അല്ലെ.
ഒരു ഓപ്പറേഷൻ തിയേറ്റർ വലിയ രീതിയിലുള്ള സർജറികൾ, അതായത് വലിയ രീതിയിലുള്ള എന്താ ഒരു ലാർജർ കട്ടറിൽ വലിയ രീതിയിലുള്ള മുറിവുകളൊക്കെ ഉണ്ടാക്കി അവരുടെ ഇന്റേണൽ ഓർഗൻസ് അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങളിലേക്ക് എത്തുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള മുറിവുകൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഓപ്പൺ സർജറികളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നടത്താൻ പറ്റും. റോബോട്ട് അസിസ്റ്റഡ് സർജറി നമ്മൾ എന്താണ് ഇന്നലെ പറഞ്ഞു അല്ലെ, റോബോട്ട് അസിസ്റ്റഡ് സർജറി allows surgeon to perform certain procedure through small incisions. ചെറിയ മുറിവുകളിലൂടെ ആ സർജൻസിനെ റോബോട്ട് അസിസ്റ്റഡ് ആക്കുക, അതായത് റോബോട്ട് ആംസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെ, റോബോട്ടിക് ആംസിന്റെ സഹായത്തോടു കൂടി സർജൻസ് എന്ത് ചെയ്യുന്നു, ഈ സർജറി പെർഫോം ചെയ്യുന്നു. അതിനുവേണ്ടി റോബോട്ടിക് ആംസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സർജന്റെ കയ്യിൽ ഒരു കൺട്രോളർ സിസ്റ്റം ഉണ്ടായിരിക്കും. അതുപോലെ അതിന് കൃത്യമായ നീഡിൽസും കാര്യങ്ങളും മറ്റ് സർജിക്കൽ ടൂൾസ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അവരുടെ ആംസിൽ, ആ റോബോട്ടിക് ആംസിൽ വെച്ചു കൊടുക്കാനും സർജറി വളരെ കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെതായ ക്യാമറയും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തൊക്കെ വെച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ ആ സർജറി പെർഫോം ചെയ്യുന്നത് ഈ റോബോട്ടിക് ആംസ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. അതാണ് അവിടുത്തെ പ്രത്യേകത. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി സർജറികൾ നമ്മൾ റോബോട്ടിക് അസിസ്റ്റഡ് ആയിട്ടുള്ള സർജറികൾ ചെയ്യാറുണ്ട്. കുറച്ചും കൂടി കോസ്റ്റ്ലി ആണ് കേട്ടോ, കുറച്ചും കൂടി ചിലവ് വരും. എന്നാൽ പോലും കുറെ ബെനിഫിറ്റ്സും ഉണ്ട്. അധികം സമയം നമുക്ക് റെസ്റ്റോ കാര്യങ്ങളോ വേണ്ട, പെട്ടെന്ന് പ്രൊസീജിയേഴ്സ് അവസാനിപ്പിക്കാം, അങ്ങനെ കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. എന്നാൽ പോലും കുറച്ചും കൂടി കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഓപ്പറേഷൻ മെത്തേഡ് കൂടിയാണ്. അപ്പൊ ഇവിടെ സർജറി അല്ലെങ്കിൽ റോബോട്ടിക് അസിസ്റ്റഡ് സർജറി ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് വാൽവ് സർജറി, വാൽവ് ശസ്ത്രക്രിയ നടത്താം, ബൈപ്പാസ് സർജറികള്, ജോയിന്റ് സർജറികള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു റോബോട്ടിക് അസിസ്റ്റഡ് സർജറീസ് മെത്തേഡിലൂടെ ചെയ്യാൻ സാധിക്കും. ഓപ്പറേഷൻ തിയേറ്ററീസ് അതർവൈസ് നോൺ ആസ് OR, ഓപ്പറേറ്റിംഗ് റൂംസ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ഓപ്പറേഷൻ തിയേറ്ററീസ് അതർവൈസ് നോൺ ആസ്, മറ്റൊരു പേരാണ്, ഓപ്പറേഷൻ തിയേറ്ററിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് OR, അതായത് ഓപ്പറേറ്റിംഗ് റൂംസ്. രണ്ട് ചോദിച്ചാലും ഒന്ന് തന്നെയാണ് കേട്ടോ. ഓപ്പറേഷൻ തിയേറ്റർ എന്ന് ചോദിച്ചാലും ഓപ്പറേറ്റിംഗ് റൂം എന്ന് ചോദിച്ചാലും രണ്ടും ഒന്ന് തന്നെയാണ്. ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് നമ്മൾ എന്താ പറഞ്ഞത്, രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് മനസ്സിലാക്കുക. എന്താണ് ഒരു ഓപ്പറേഷൻ തിയേറ്റർ? എന്താണ് ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്? ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് അല്ലെ, അല്ലെങ്കിൽ മുറിവുണ്ടാക്കുന്ന രീതിയിലുള്ള ശസ്ത്രക്രിയ നടപടിക്രമങ്ങൾ ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഇടമാണ് ഓപ്പറേഷൻ തിയേറ്റർ. അവിടെ എന്താണ് പ്രധാനമായിട്ട് ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പേഷ്യന്റിന്റെ ബോഡി കട്ട് ചെയ്യുന്നു, അതിനുള്ളിൽ എന്ത് ചെയ്യുന്നു, അവരുടെ ബോഡിയുടെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു അല്ലെ, പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താറുണ്ട്. ഇതില് നമുക്ക് രണ്ട് രീതിയിൽ, അതായത് മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള വളരെ ചെറിയ മുറിവുകൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള കീ ഹോൾ സർജറി പോലെയുള്ള പ്രൊസീജിയർ നമുക്ക് ഈ ഓപ്പറേഷൻ റൂമിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിലോ വലിയ രീതിയിലുള്ള ഒരു ഓപ്പൺ സർജറികളും നമുക്ക് ഈ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ റോബോട്ട് അസിസ്റ്റഡ് ആയിട്ടുള്ള സർജറികളും അവിടെ പെർഫോം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി ഒരു ഓപ്പറേഷൻ തിയേറ്ററിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് OR അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂംസ് എന്ന് വിളിക്കുന്നു. ക്ലിയർ ആണോ ഇൻട്രൊഡക്ഷൻ ഭാഗം? വേഗം ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ ആണ്. ഓക്കെ, അടുത്തതാണ് OR എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂംസ് എൻവയോൺമെന്റ്. അവിടെ അന്തരീക്ഷം എങ്ങനെയായിരിക്കണം? ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നിങ്ങൾ ആരെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഡെലിവറിയുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ കയറിയിട്ടുണ്ട് അല്ലെ? ഓക്കെ, നിങ്ങളോട് തന്നെ ചോദിക്കാലോ അല്ലെ, കയറി എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് അല്ലെ. അപ്പൊ എങ്ങനെയാണ് അവിടുത്തെ അന്തരീക്ഷം എന്ന് പറയുന്നത്? എങ്ങനെയായിരിക്കും? ഒരു ജേം ഫ്രീ എൻവയോൺമെന്റ് ആണ് അല്ലെ. എന്താണ് ജേം ഫ്രീ എൻവയോൺമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു അണുവിമുക്തമായിട്ടുള്ള അല്ലെ, ഒരു അണുവിമുക്തമായിട്ടുള്ള 4 കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഒരു അണുവിമുക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അല്ലെ ഓപ്പറേറ്റിംഗ് റൂമിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ അല്ലെ. ജേം ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കും. ഓൾ പേഴ്സണൽ ഷുഡ് വെയർ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്. അവിടെയുള്ള എല്ലാ ജീവനക്കാരും അതുപോലെ തന്നെ ഈ ഓപ്പറേഷന് ചെല്ലുന്ന ആളുകളും എങ്ങനെയായിരിക്കും? അവരൊരു പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് ധരിക്കാറില്ലേ? ആണോ? അവരുടെ സ്വയം സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സ്ക്രബുകളാവാം. സ്ക്രബ്സ് എന്ന് പറഞ്ഞാൽ എന്താ, കണ്ടിട്ടുണ്ടോ സ്ക്രബ്സ് എന്താന്നുള്ളത്? ഇപ്പൊ നമ്മുടെ ഡോക്ടേഴ്സ് മുൻപൊക്കെ വലിയ ഗൗണുകളും കാര്യങ്ങളും ആയിരുന്നു അല്ലെ. ഇപ്പൊ ഡോക്ടേഴ്സ് എന്താണ്,
ഗൗൺസ് അല്ലാതെ സ്ക്രബ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരേ കളർ തന്നെയുള്ള ഷർട്ടും പാന്റും പോലത്തെ ടൈപ്പ് ഡ്രസ്സുകൾ കണ്ടിട്ടുണ്ടോ നിങ്ങള്? കണ്ടിട്ടുണ്ടോ? ഇപ്പൊ മിക്ക ഡോക്ടേഴ്സിന്റെയും മിക്ക ഹെൽത്ത് വർക്കേഴ്സിന്റെയൊക്കെ യൂണിഫോം ഇങ്ങനത്തെ സ്ക്രബ്സ് ആണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ക്ലോത്തിങ്സ് ധരിക്കുക, ഷൂ കവറുകൾ ധരിക്കുക, മാസ്ക് ധരിക്കുക. ഒരു ഓപ്പറേഷൻ റൂമിൽ കയറുമ്പോൾ ധരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ക്യാപ്പ് ധരിക്കുക, ഐ ഷീൽഡുകൾ ധരിക്കുക, കവറിങ് അതർ കവറിങ്സ് ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് ജേംസ്. ജേംസ് അല്ലെങ്കിൽ ബാക്ടീരിയാസ് അല്ലെങ്കിൽ അണുബാധകൾ അല്ലെ, മൈക്രോ ഓർഗാനിസംസ് അങ്ങനെയുള്ള സൂക്ഷ്മാണുക്കളിൽ നിന്ന് അത് സ്പ്രെഡ് ആവുന്നതിനും അത് പടരുന്നതിനെ തടയുന്നതിന് വേണ്ടി, പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള പ്രൊട്ടക്റ്റീവ് വെയറുകൾ ധരിക്കേണ്ടത് അത്യാവശ്യമാണ്. ആൻഡ് ഓപ്പറേറ്റിംഗ് റൂം ഷുഡ് ബി ലൂമിനസ്. എന്താണ്? ഓപ്പറേഷൻ റൂമിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വെളിച്ചവും കാര്യങ്ങളും ഒക്കെ വേണം അല്ലെ? ആണോ? എന്താണ് കയറിയവരൊക്കെ ഒന്ന് പറഞ്ഞേ, ലൂമിനസ് ആണോ ഓപ്പറേഷൻ റൂം? വേണം അല്ലെ? അത്യാവശ്യം നല്ല രീതിയിലുള്ള പലതരത്തിലുള്ള സജ്ജീകരണങ്ങളോടുകൂടിയ ലൈറ്റും കാര്യങ്ങളൊക്കെ വേണം അല്ലെ? ആ ടെമ്പറേച്ചർ ഷുഡ് ബി വെരി കൂൾ. ടെമ്പറേച്ചർ എപ്പോഴും എങ്ങനെയായിരിക്കും? തണുത്ത ടെമ്പറേച്ചർ ആയിരിക്കോ അല്ലെ? കൂളായിരിക്കും അല്ലെ? തണുത്തൊരു ടെമ്പറേച്ചർ ആയിരിക്കണം. ഈ താപനില വളരെ തണുത്ത താപനിലയായിരിക്കണം. ആൻഡ് ഓപ്പറേറ്റിംഗ് റൂം ഷുഡ് ബി എയർ കണ്ടീഷൻഡ് അല്ലെ? കൂളാകണമെങ്കിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് റൂം എങ്ങനെയായിരിക്കണം? എയർ കണ്ടീഷനിങ് ചെയ്തിരിക്കണം. ടു ഹെൽപ്പ് പ്രിവെന്റ് ഇൻഫെക്ഷൻ ത്രൂ ബാക്ടീരിയൽ ഫിൽട്രേഷൻ സിസ്റ്റം. അതായത് നിങ്ങളുടെ എയർ കണ്ടീഷൻ ചെയ്യുന്നത് വഴി അവിടെ ബാക്ടീരിയൽ ഫിൽട്രേഷൻ, അതായത് അവിടുത്തെ ഇൻഫെക്ഷൻസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ, ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി, തടയുന്നതിന് വേണ്ടി ബാക്ടീരിയൽ ഫിൽട്രേഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ള എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് വെക്കുന്നതിലൂടെ നമുക്ക് അവിടുത്തെ ടെമ്പറേച്ചർ എങ്ങനെയാണ് കുറയ്ക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം ഇപ്പൊ ഒരു ബാക്ടീരിയയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കുറവുള്ളപ്പോഴാണോ നോർമൽ ടെമ്പറേച്ചറിലാണോ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക? ബാക്ടീരിയയുടെ ഗ്രോത്ത് എങ്ങനെയായിരിക്കും? നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്താന്ന് പറയട്ടെ മിസ്? ഓക്കെ, നമ്മുടെ വീടുകളിൽ നമ്മുടെ ഫുഡൊക്കെ പാചകം ചെയ്ത് കഴിഞ്ഞ് ബാക്കി വന്നാൽ നമ്മൾ എവിടെ എടുത്തു വെക്കുക? എവിടെയാണ്? അവര് പറഞ്ഞു നോർമൽ ആണെന്ന് പറഞ്ഞു. ശരി, ഫ്രിഡ്ജിൽ എടുത്തു വെക്കുക അല്ലെ? ഫ്രിഡ്ജിൽ എടുത്തു വെക്കുമ്പോ ആ ഭക്ഷണം കേടാവാറുണ്ടോ? ഇല്ല അല്ലെ? അവിടെ എന്താണ് ടെമ്പറേച്ചർ? തണുത്ത ടെമ്പറേച്ചർ ആണ് അല്ലെ? കൂൾ ടെമ്പറേച്ചർ ആണ് അല്ലെ? അതേസമയം ആ ഫുഡ് പുറത്ത് വെച്ചാലോ, ഒരു നോർമൽ ടെമ്പറേച്ചറിൽ വെച്ചാലോ എന്താ പറ്റുക? കുറച്ച് സമയം കഴിയുമ്പോൾ കേടാവും. അപ്പൊ അവിടെ എപ്പോഴും ഗ്രോത്ത് കൂടുതൽ എവിടെയാ ബാക്ടീരിയയുടെ ഗ്രോത്ത് കൂടുതൽ വരുന്നേ? നോർമൽ ടെമ്പറേച്ചറിലാണ് അല്ലെ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്താൽ നമ്മൾ മറന്നു പോയില്ല കേട്ടോ. അപ്പൊ നമുക്ക് എപ്പോഴും ഇവിടെ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള മേജർ ആയിട്ടുള്ള ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ സർജറീസ് ഒക്കെ ചെയ്യുന്ന ഒരു ഇടമാണ് അല്ലെ? അപ്പൊ അതെപ്പോഴും ജേം ഫ്രീ ആയിട്ടിരിക്കണം, അണുവിമുക്തമായിരിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ടെമ്പറേച്ചർ എപ്പോഴും കുറവായിരിക്കണം. അങ്ങനെ ടെമ്പറേച്ചർ കുറവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആകുന്നതിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് അല്ലെ? അപ്പൊ അവിടെ ബാക്ടീരിയസ് കാര്യത്തിന്റെയൊക്കെ ഗ്രോത്ത് കുറവേ ഉണ്ടാവുള്ളൂ അല്ലെ? തണുത്ത ടെമ്പറേച്ചർ ആവുമ്പോ അതാണ് അവിടുത്തെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കി, ഓവർ എൻവയോൺമെന്റിൽ ഓപ്പറേറ്റിംഗ് റൂമിലെ അന്തരീക്ഷം എങ്ങനെയായിരിക്കണം? ഓപ്പറേറ്റിംഗ് റൂംസ് ആർ ജേം ഫ്രീ എൻവയോൺമെന്റ് ആയിരിക്കണം, അണുവിമുക്തമായ ഒരു അന്തരീക്ഷമായിരിക്കണം. എല്ലാ വ്യക്തികളും അവിടുത്തെ ജീവനക്കാരും അവിടെ ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ സർജറിക്ക് വിധേയമാകുന്ന ആളുകളും അവർക്ക് ആവശ്യമായ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്സ് ധരിച്ചിരിക്കണം. അത് സ്ക്രബ്സ് ആവാം, ദെൻ എന്താണ് ഗൗണുകൾ ധരിക്കുന്നവരുണ്ടാവാം, ഷൂ കവറുകൾ ധരിക്കണം, മാസ്ക്, ദെൻ ക്യാപ്പ്, ഐ ഷീൽഡ്, അല്ലെങ്കിൽ മറ്റെന്ത് രീതിയിലുള്ള പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അവർക്ക് ധരിക്കാവുന്നതാണ്. ഇതെന്തിനു വേണ്ടിയാ? ജേംസിന്റെ ഒക്കെ സ്പ്രെഡ് അല്ലെങ്കിൽ അത് പകരുന്നതിനെ തടയുന്നതിന് വേണ്ടി തന്നെയാണ്. ഇനി ഒരു ഓപ്പറേഷൻ റൂമിൽ മതിയായിട്ടുള്ള വെളിച്ചം കാര്യങ്ങളെല്ലാം മതിയായ രീതിയിലുള്ള ലൈറ്റിങ്സും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. അതിന്റെ ടെമ്പറേച്ചർ ഷുഡ് ബി വെരി കൂൾ, വളരെ തണുത്തൊരു ടെമ്പറേച്ചർ ആയിരിക്കണം. എല്ലാ ഓപ്പറേറ്റിംഗ് റൂമുകളും ഇപ്പോഴും എയർ കണ്ടീഷനിങ് ചെയ്തുകൊണ്ട് തന്നെ ബാക്ടീരിയൽ ഫിൽട്രേഷനിലൂടെ വളരെ നല്ല രീതിയിൽ ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ, തടയാനായിട്ട് സഹായിക്കുന്ന രീതിയിലുള്ളൊരു അറേഞ്ച്മെന്റ് ആയിരിക്കണം ആ ഓപ്പറേറ്റിംഗ് റൂമിൽ വേണ്ടത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഓപ്പറേഷൻ റൂം എൻവയോൺമെന്റ്.
ഓക്കെ ആണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഓപ്പറേറ്റിംഗ് റൂം എക്യുപ്മെന്റ്. ഒരു ഓപ്പറേഷൻ റൂമില് എന്തൊക്കെ ഉപകരണങ്ങളാണ് ഉണ്ടാവുക? കയറിയവരൊക്കെ ഒന്ന് പറഞ്ഞേ, എന്തൊക്കെ ഉപകരണങ്ങളാണ് ഉണ്ടാവുക? നിങ്ങൾ കയറിയപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ, വലിയ രീതിയിലുള്ള ലൈറ്റ്, ശരിയാണ്, ഒരുപാട് തരത്തിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബെഡ് ഉണ്ടാവും, പിന്നെ ഓക്സിജൻ സിലിണ്ടറുകൾ ഉണ്ടാവും. എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഉപകരണങ്ങളാണ് മിസ് ചോദിച്ചത്. എന്തൊക്കെ ഉപകരണങ്ങൾ? മോണിറ്റേഴ്സ്, പലതരത്തിലുള്ള മോണിറ്റേഴ്സ് ഉണ്ടാവും, മെഷീൻസ് ഉണ്ടാവും, ചെയർ ഉണ്ടാവും, പിന്നെ പലതരത്തിലുള്ള സർജറി ഐറ്റം. ശരിയാണ്, വെരി ഗുഡ്. ഇത്രയൊക്കെ നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ് കേട്ടോ. നമ്മളിവിടെ പ്രധാനമായിട്ടും ഉപകരണങ്ങളാണ് കേട്ടോ നോക്കുന്നത്. നോക്കി, ഓപ്പറേഷൻ റൂമിലെ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഉപകരണങ്ങൾ പ്രധാനമായിട്ടും എന്തൊക്കെയാണ്? എല്ലാത്തിനെ കുറിച്ചൊന്നും പറയുന്നില്ല, കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രമേ എടുത്ത് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ആൻഡ് ഓപ്പറേറ്റിംഗ് റൂം ഹാസ് സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് ലൈക്ക് പ്രത്യേകമായ ഉപകരണങ്ങൾ ഏതൊക്കെയുള്ളത്? റെസ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട്, ശ്വസനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഓക്സിജൻ സിലിണ്ടറുകൾ, അതുമായി ബന്ധപ്പെട്ട അവരുടെ ശ്വസനവുമായി ബന്ധപ്പെട്ട സപ്പോർട്ട് വേണ്ടിയിട്ടായിട്ടുള്ള പലതരത്തിലുള്ള ഉപകരണങ്ങൾ ഉണ്ടാവും അല്ലെ. നമ്മുടെ ഓക്സിജൻ മാസ്കുകളിൽ ഇപ്പോ എന്താണ് വെന്റിലേറ്റർ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ? ഓപ്പറേഷൻ റൂമിൽ കയറുമ്പോ ഒരു ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ആ പേഷ്യൻസിന് റെസ്പിറേറ്ററി ശ്വസനവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ വന്നാൽ അതിനെ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ അപ്പം തന്നെ ഉടനടി പ്രതിവിധി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടായിരിക്കും. കാർഡിയാക് സപ്പോർട്ട്, ഹൃദയ സംബന്ധമായ സപ്പോർട്ടുകൾ നൽകുന്ന രീതിയിലുള്ള ഉപകരണങ്ങൾ ഉണ്ടായിരിക്കും. എമർജൻസി റെസിസിറ്റേറ്റീവ് ഡിവൈസുകൾ, അതായത് പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ടുള്ളത്. ഇപ്പൊ ഒരു ഡീഫൈബ്രിലേറ്റർ ആവാം, വെരി ഗുഡ്, ഡീഫൈബ്രിലേറ്റർ ആവാം, അല്ലെങ്കിൽ എന്താണ് ഒരു CPR ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ടൂൾസ് ആവശ്യമായിട്ട് വരുന്നോ അങ്ങനെയുള്ളതാവാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു രോഗിയെ അവരുടെ ജീവിതം നോർമൽ ആയിട്ടുള്ള ലൈഫിലേക്ക് അല്ലെങ്കിൽ നോർമൽ പെട്ടെന്ന് ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ അവരെ നോർമൽ ആക്കുന്നതിന് വേണ്ടി അത്യാവശ്യം വേണ്ടതായിട്ടുള്ള ആ പുനരുജ്ജീവനത്തിന് വേണ്ടി റെസിസ്റ്റേറ്റീവ് ആയിട്ടുള്ള ഡിവൈസുകൾ ഉണ്ടായിരിക്കും. പേഷ്യന്റ്, അതെ, ലൈഫ് സേവിംഗ് ആയിട്ടുള്ളത് കേട്ടോ. ദെൻ പേഷ്യന്റ് മോണിറ്റേഴ്സ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാ ECG ആവാം, ബ്ലഡ് പ്രഷർ നോക്കാനാവാം അല്ലെ. അതൊക്കെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെതായ പേഷ്യന്റ് മോണിറ്ററുകൾ ഉണ്ടാവും. ഡയഗ്നോസ്റ്റിക് ടൂൾസ്, രോഗനിർണയം നടത്തുന്നതിന് വേണ്ടിയുള്ള പല ടൂൾസും ഉപകരണങ്ങളും ഒരു ഓപ്പറേഷൻ റൂമിനുള്ളിൽ ഉണ്ടായിരിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കിയത്. ഓക്കെ ആണ്, ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. സം ഓഫ് ദ സ്റ്റാഫ് ഹു വർക്ക്ഡ് ഇൻ ഓപ്പറേറ്റിംഗ് തിയേറ്റർ കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ഏതൊക്കെ കാര്യങ്ങൾ, അതായത് ഏതൊക്കെ സ്റ്റാഫുകളാണ് ഒരു ഓപ്പറേഷൻ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന സ്റ്റാഫുകൾ അല്ലെങ്കിൽ ജീവനക്കാരാണ് പറയുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞേ, ആരൊക്കെയാണ്? ശരിക്കും നിങ്ങൾക്ക് അറിയവരാകുമ്പോ അറിയാൻ പറ്റുമല്ലോ അല്ലെ. ആരൊക്കെയാണ് ശരിക്കും ഒരു ഓപ്പറേഷൻ തിയേറ്റർ? സർജൻ ഉണ്ടാവും, വെരി ഗുഡ്, ഒരു സർജൻ ഉണ്ടാവും. പിന്നെ അനസ്തേഷ്യോളജിസ്റ്റ് ഉണ്ടാവും, അനസ്തേഷ്യ കൊടുക്കാൻ, ശരി. തിയേറ്റർ നേഴ്സ് ഉണ്ടാവും. പിന്നെയോ, പിന്നെ ആരുണ്ടാവുക? ഇപ്പൊ നമ്മുടെ മേജർ ആയിട്ടുള്ള ആളുകളെ പറഞ്ഞു അല്ലെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അസിസ്റ്റന്റ് ഉണ്ടാവും. ഓപ്പറേഷൻ തിയേറ്ററില് അസിസ്റ്റന്റുകൾ ഉണ്ടാവും. പിന്നെ മറ്റു ജീവനക്കാരുണ്ടാവാം. പിന്നെ എന്താണ് ഒരു ECG ഒക്കെ എടുക്കുകയാണെങ്കിലോ ക്ലീനിങ് സ്റ്റാഫുകൾ ഉണ്ടാവാം, റേഡിയോഗ്രാഫേഴ്സ് ഉണ്ടാവാം, കാർഡിയോഗ്രാഫേഴ്സ് ഉണ്ടാവാം, അറ്റൻഡേഴ്സ് ഉണ്ടാവാം. ഇതൊക്കെയാണ് ഈ നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണ്. ഇവരൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും നമ്മളൊരു ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അല്ലെങ്കിൽ ജീവനക്കാർ. അതിൽ കുറച്ച് ആളുകളുടെ, എല്ലാവരുടെയും നമ്മൾ പൂർണ്ണമായിട്ടിവിടെ പറഞ്ഞിട്ടില്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ആളുകളെ നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാരൊക്കെയാണ് നമുക്ക് നോക്കാം. നോക്കിയേ, സർജൻസ് ഹു പെർഫോം ദ ഓപ്പറേഷൻ നടത്തുന്ന സർജന് അല്ലെ ഒരാളുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് അസിസ്റ്റന്റ് ആയിട്ടുള്ള മറ്റ് ഡോക്ടേഴ്സും ഉണ്ടായിരിക്കും ആണല്ലോ. Then anesthetists who give anesthetics to restrain pain both before and during the operation. എന്തിനു വേണ്ടിയാണ് നമ്മൾ ശരിക്കും അനസ്തേഷ്യ കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയാണ് അനസ്തേഷ്യ കൊടുക്കുന്നത്?
നിങ്ങൾക്ക് കിട്ടിയ ആർക്കെങ്കിലും ഓപ്പറേഷൻ റൂമിൽ കയറിയപ്പോ പെയിൻ കുറയ്ക്കാൻ വേണ്ടി അല്ലേ? അതെ, മയങ്ങാനാണ്. മയങ്ങുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ വേദന കുറയ്ക്കുന്നതാണ് അല്ലെ? മയങ്ങുമ്പോ നമുക്ക് വേദന അറിയാതിരിക്കാൻ, അതെ മനു പറഞ്ഞത് ശരിയാണ്, വേദന അറിയില്ല, അതറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ സമയത്ത് മാത്രം അല്ലെ? അതിന്റെ ആ അനസ്തീഷ്യയുടെ എഫക്ട് കഴിഞ്ഞാലോ ആ വേദന നമ്മൾ അറിയാൻ തുടങ്ങും അല്ലെ? അപ്പൊ അവിടെ അനസ്തീഷ്യസ്റ്റ് അല്ലെങ്കിൽ അനസ്തീഷ്യോളജിസ്റ്റ് എന്ന് പറയുന്നത് അവരവിടുത്തെ ബിഫോർ ആൻഡ് ഡ്യൂറിങ് ദ ഓപ്പറേഷന് മുൻപും ആ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തും അവർക്ക് ആ ഒരു പെയിനെ കുറയ്ക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പെയിൻ അറിയാതെ ഫീൽ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതിനുള്ള അനസ്തീഷ്യ കൊടുക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള ഒരു അനസ്തീഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ അനസ്തെറ്റിക്സ് അവിടെ ഉണ്ടായിരിക്കും. മൂന്നാമതായിട്ട് തിയേറ്റർ നഴ്സ് അല്ലെ? തിയേറ്ററിലെ അതിന്റെ കാര്യങ്ങളെല്ലാം ഓരോ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ടൊരു തിയേറ്റർ നഴ്സ് ഉണ്ടായിരിക്കും. നോക്കിയേ, തിയേറ്റർ നഴ്സ് ഹു ടേക്ക് കെയർ ഓഫ് പേഷ്യൻസ് ത്രൂ ഓൾ 4 സ്റ്റേജസ് ഓഫ് ദ ഓപ്പറേഷൻ. ഒരു ഓപ്പറേഷന്റെ 4 സ്റ്റേജുകള് ഏതൊക്കെയാണ്? ഒരു ഓപ്പറേഷന്റെ 4 സ്റ്റേജ് അറിയോ? ചെയ്തവരാകുമ്പോ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കുമല്ലോ. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ഓപ്പറേഷന് വേണ്ടി നിങ്ങൾ പോകുന്നു. പ്രീ സ്റ്റേജ് ആണ്, പ്രീ ഓപ്പറേറ്റീവ് ഫേസ് ആണ്. ശരി, അവിടെ എന്താ ചെയ്യുന്നത്? പ്രീ ഓപ്പറേറ്റീവ് ഫേസില് അതെ അഡ്മിറ്റ് ചെയ്യുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു? ആവശ്യമായ അസസ്മെന്റും പ്രിപ്പറേഷൻസും ഒക്കെ നടത്തുന്നു അല്ലെ? എന്താണ്? അതെ, പ്രിപ്പറേഷൻ ഒക്കെ നമ്മൾ റെഡി ആക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? ശരിക്കും റെഡി ആക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഫുൾ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടത്തി പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ആ ഒരു എന്താണ് ഓപ്പറേഷനിൽ കയറ്റുന്നതിന് മുമ്പ് നമ്മൾ റെഡി ആക്കുന്ന ഒരു പ്രോസസ്സാണ് പ്രീ ഓപ്പറേറ്റിംഗ് ഫേസ് എന്ന് പറയാം. രണ്ടാമത് അതെ അനസ്തെറ്റിക് വിസിറ്റ് ആണ്. ശരിയാണ്. അടുത്ത ഇൻജെക്ഷൻ ഫേസ് എന്ന് പറയും. അതിന് ജസ്റ്റ് നിങ്ങളൊന്ന് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. വേണോ? 4 പേജ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഫസ്റ്റ് എന്തായിരുന്നു? പ്രീ ഓപ്പറേറ്റീവ് ഫേസ് ആണ്. പ്രീ ഓപ്പറേറ്റീവ് ഫേസ് ആണ്. അവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഓപ്പറേഷന് വേണ്ടി റെഡി ആക്കുകയാണ് ചെയ്യുന്നത്. ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് നമ്മൾ റെഡി ആക്കി നിർത്തുകയാണ്. രണ്ടാമത്തത് ഇൻഡക്ഷൻ ഫേസ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? അനസ്തെറ്റിക് ഡ്രഗ്സ് നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുന്നു അല്ലെങ്കിൽ തരുന്ന ആ ഒരു ഫേസ് ഉണ്ടല്ലോ അല്ലെ? അനസ്തീഷ്യോളജിസ്റ്റ് വന്ന് നമുക്ക് ആ ഒരു അനസ്തെറ്റിക് ഡ്രഗ് നമ്മളിലേക്ക് ഡെലിവർ ചെയ്ത് തരുന്ന അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് തരുന്ന ഒരു ഫേസ് ആണ് ഇൻഡക്ഷൻ ഫേസ് എന്ന് പറയാം. ഇപ്പൊ 2 ഫേസ് കഴിഞ്ഞില്ലേ? ഇനി നിങ്ങൾ പറഞ്ഞ അടുത്ത ഫേസ് എന്തായിരിക്കും? ഇൻഡക്ഷൻ. INDUCTION ഇൻഡക്ഷൻ കേട്ടോ. ഓക്കെ, ഇനി 3rd ഫേസ് എന്തായിരിക്കും? സർജറി ആണ് അല്ലെ? ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ്. എന്താണ്? ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ് ആണ്. സർജറി ചെയ്യുന്ന അല്ലെ? സർജിക്കൽ സർജറി പെർഫോം ചെയ്യുന്ന ആ ഒരു ഫേസ് ആണ് ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. Then 4th ഫേസ് ഏതായിരിക്കും? 4th ഫേസ് ഏതായിരിക്കും? പറഞ്ഞേ. സർജറി കഴിഞ്ഞു അല്ലെ? കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ? കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എവിടേക്കാ മാറ്റുക? അതെ, പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ് അല്ലെ? പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ് ആണ് വരുന്നത്. അവിടെ എന്താണ്? അവിടെ എന്താ ചെയ്യുക? പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസില് റിക്കവറി റൂമിലേക്ക് മാറ്റുന്നു. വെരി ഗുഡ്. ട്രാൻസ്ഫർ ടു റിക്കവറി റൂമിലേക്ക് നമ്മൾ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നിന്ന് ഷിഫ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ മാറ്റുന്നതിനെയാണ് നമ്മൾ 4ാമത്തെ ഫേസ് എന്ന് പറയുന്നത്. ഈ 4 ഫേസിലും നമ്മുടെ കൂടെ നമ്മൾ അസിസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പേഷ്യൻസിനെ നന്നായിട്ട് പരിചരണം നൽകാനായിട്ട് ആരുണ്ടാവും കൂടെ? ആരാ ഉണ്ടാവുക? ഒരു തിയേറ്റർ നഴ്സ് ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ ആ സെന്റൻസ്? തിയേറ്റർ നഴ്സ് ഹു ടേക്ക് കെയർ ഓഫ് പേഷ്യൻസ് ത്രൂ ഔട്ട് all 4 stages of operation. ഈ ഓപ്പറേഷന്റെ 4 സ്റ്റേജുകളിലും നമ്മളെ സഹായിക്കാനായിട്ട് ആ വരുന്ന പേഷ്യന്റിനെ നല്ല രീതിയിൽ പരിചരിക്കാനായിട്ട് ആ തിയേറ്റർ നഴ്സ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വരുന്നത് തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ്. നമുക്ക് ഒരുപാട് അറ്റൻഡേഴ്സ് അസിസ്റ്റന്റുകളൊക്കെ ഉണ്ടാവും അല്ലെ? തിയേറ്ററിനെ സഹായിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സഹായിക്കാനായിട്ട് ഒരുപാട് തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് ഉണ്ടാവും. ഹു ഷിഫ്റ്റ് പേഷ്യൻസ് ബിറ്റ്വീൻ ദ വാർഡ്സ് ആൻഡ് ദ ഓപ്പറേറ്റിംഗ് തിയേറ്റർ. ഇപ്പൊ നമ്മളൊരു ഓപ്പറേഷൻ കഴിഞ്ഞാല് നമ്മൾ ഈ പറയുന്ന റിക്കവറി റൂമിലേക്ക് ആക്കണമെങ്കിൽ അതിനൊരു സഹായം വേണ്ടേ?
ആണോ? അറ്റൻഡേഴ്സ് അല്ലേ നമ്മളെ കൊണ്ടുപോയി ആക്കുന്നത് അല്ലെ? വീൽചെയറിലോ അല്ലെങ്കിൽ സ്ട്രക്ചറിലോ ഒക്കെ ഇരുത്തി നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മളെ കൊണ്ടുപോയി ആ വാർഡിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റൂമിലേക്കോ ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് അതെ നഴ്സിംഗ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ എന്താ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു വർക്കേഴ്സ് അല്ലെങ്കിൽ ഒരു ടീം തന്നെ അവിടെ ഉണ്ടായിരിക്കും. അതാണ് തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹു ഷിഫ്റ്റ് പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പല സ്ഥലങ്ങളിലേക്ക് ഓപ്പറേഷൻ റൂമിൽ നിന്നും ഓപ്പറേഷൻ റൂമിലേക്കും ഒക്കെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ആരാണ്? തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ്. ഓക്കെ അല്ലേ? Then cardiograpers to monitor the ECG machine. നമ്മൾ ആ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അവരുടെ ഓരോ പേഷ്യൻസിനെയും ECGs മോണിറ്റർ ചെയ്യും അല്ലെ? ECG മെഷീനിൽ അവരുടെ ഹാർട്ട് ബീറ്റ് മുതലായ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നുണ്ടാവും. അതിനുവേണ്ടി ഒരു കാർഡിയോഗ്രാഫേഴ്സ് ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് റൂമിൽ ആ പ്രൊസീജിയർ നടക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വരുന്നത് റേഡിയോഗ്രാഫേഴ്സ്. എന്തിനു വേണ്ടിയാണ് റേഡിയോഗ്രാഫേഴ്സ്? ടു ടേക്ക് എക്സ്റേസ് ഇഫ് ദേ ആർ റിക്വയർഡ്. ആവശ്യമായവരാണെങ്കിൽ എക്സ്റേ എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു റേഡിയോഗ്രാഫറും ഈ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു റൂമിൽ പ്രസന്റ് ആയിരിക്കണം. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ ഏതൊക്കെ സ്റ്റാഫുകളാണ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ വർക്കിംഗുമായി ബന്ധപ്പെട്ട് വേണ്ടത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പേരാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ മിസ്സിനൊന്ന് കമ്പ്യൂട്ടർ ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. എന്താണ് സിനിക്ക് ഡൗട്ട്? 4 ഫേസ് ഒന്ന് റിപ്പീറ്റ് ചെയ്യണോ? 4 ഫേസ് എന്താ? ആദ്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി മിസ് പറഞ്ഞതാണ് കേട്ടോ. അതൊന്നും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നുമല്ല, നമുക്ക് 4 ഫേസ് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഫസ്റ്റ് പ്രീ ഓപ്പറേറ്റീവ് ഫേസ്. പ്രീ ഓപ്പറേറ്റീവ് ഫേസിൽ എന്താണ്? ശരിക്കും നമ്മൾ ആ ഒരു ഓപ്പറേഷൻ മുൻപുള്ള ഘട്ടം അല്ലേ? അപ്പൊ നമ്മൾ ആ ഒരു ഓപ്പറേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമായ ടെസ്റ്റുകളും എഴുതിയത് ചെക്ക് ചെയ്യാനാണോ? പേര് മാത്രം മതിയോ? 4 സ്റ്റേജസിന്റെ പേര് മാത്രം മതിയോ? ഓക്കെ, ഫസ്റ്റ് വൺ ക്ലിയർ ആയല്ലോ. സെക്കൻഡ് വൺ എന്താ പറഞ്ഞത്? ഇൻഡക്ഷൻ ഫേസ്. അവിടെ അനസ്തെറ്റിക് ഡ്രഗ്സ് നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്ത് തരുന്നു അല്ലെങ്കിൽ അനസ്തീഷ്യ തരുന്ന ഒരു സ്റ്റേജ് ആണ് ഇൻഡക്ഷൻ ഫേസ് എന്ന് പറയുന്നത്. കിട്ടിയോ? തേർഡ് വൺ ആണ് ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ്. അതായത് സർജറി പെർഫോം ചെയ്യാൻ നമ്മുടെ സർജറി നടത്തുന്ന ഫേസ് ആണ് ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ്. ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ് എന്ന് പറയാം. നെക്സ്റ്റ് എന്താ? ഫോർത്ത് ഫേസ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ്. അതായത് റിക്കവറി റൂമിലേക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഫേസ്. കിട്ടിയോ? 4 ക്ലിയർ ആയോ സിനി? ഒന്ന് റിപ്ലൈ ചെയ്യാമോ? ഓക്കെ, ഏതാണ് ജിബിന ചോദിക്കുന്നത്? ഏതിന്റെയാണ് സെക്കൻഡ് ചോദിക്കുന്നത് മിസ്സിന്റെ അടുത്ത്? സെക്കൻഡ് ഫേസോ? ഇൻഡക്ഷൻ ഫേസ്. അതായത് അനസ്തെറ്റിക് ഡ്രഗ്സ് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഫേസ് ആണ് കേട്ടോ. അനസ്തേഷ്യക്ക് തരില്ലേ? അത് തന്നെ ആ ഒരു ഫേസ് കേട്ടോ. അത് കഴിഞ്ഞല്ലേ നമ്മൾ ഓപ്പറേഷൻ റൂമിലേക്ക് മാറ്റുന്നത്, മെയിൻ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ നടത്തുന്നത്. ആ എന്താണ്? ഓക്കെ ഓക്കെ, അപ്പൊ അടുത്ത ഭാഗത്തേക്ക് പോകട്ടെ. ഓക്കെ അല്ലേ? ഓക്കെ, ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് പോളിസി ടു എൻറ്റർ ഇൻ ആൻ ഓപ്പറേഷൻ തിയേറ്റർ. ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വെറുതെ അങ്ങ് എല്ലാവർക്കും കയറി പോവാൻ പറ്റുമോ? വെറുതെ കയറാൻ പറ്റുമോ? നമ്മളെ കടത്തി വിടോ? ഇല്ല അല്ലെ? കുറച്ച് പോളിസികൾ പാലിച്ചുകൊണ്ടായിരിക്കും നമുക്ക് ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടത്തി വിടാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് എന്തൊക്കെ പോളിസി എന്തൊക്കെ നയങ്ങൾ നമ്മൾ എന്താണ് കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഒരു വ്യക്തിയെ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ടാവാം അല്ലെങ്കിൽ ചിലപ്പോ ആരെങ്കിലും വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാവാം കടത്തിവിടണമെങ്കിൽ അതിൻ്റെതായ കുറെ പോളിസികൾ പാലിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. അത് എന്തൊക്കെയാണ്? കുറച്ചധികം ഉണ്ട് കേട്ടോ. നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ് ദ എയിം ഓഫ് യുവർ വിസിറ്റ്. ഇപ്പൊ നമ്മളൊരു പേഷ്യന്റിനെ കാണാം. ഇപ്പൊ നമ്മുടെ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരാള് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ അതിനുള്ളിൽ നമ്മളെ കാണണം എന്നൊരു അഭ്യർത്ഥന പറഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളോട് പറയാണ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വരണം എന്ന് പറഞ്ഞ് നമ്മൾ ചെല്ലുമ്പോ അവിടെ അതിൻ്റെതായ നഴ്സും കാര്യങ്ങളും അസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ? അവരെന്ത് ചെയ്യും? നമ്മൾ അങ്ങനെ കടത്തി വിടുവൊന്നുമില്ല. അവര് നമ്മൾ നമ്മുടെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ അവർക്ക് പോകാൻ പറ്റുമോ? ഇല്ല. അവരെന്ത് ചെയ്യും? നമ്മുടെ അടുത്ത് സ്റ്റേറ്റ് ദ എയിം ഓഫ് യുവർ വിസിറ്റ്. നമ്മുടെ
അവർ തരുന്ന ഡ്രസ്സ് ഇടണം. അതിന് മുൻപ് അവരോട് എന്ത് പറയണം? നമ്മൾ അവിടെ വന്നിരിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്, അല്ലെ? നമ്മൾ അവിടെ സന്ദർശിക്കാൻ വന്നിരിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്, എന്തിനാണ് നമ്മൾ വന്നത്, അല്ലെ? അതവിടെ നമ്മൾ തുറന്ന് അവരോട് പറയണം. ആ ഒരു ഓപ്പറേഷൻ റൂം പേഴ്സണൽ, അവിടെ ആ ഒരു ഓപ്പറേറ്റിംഗ് ഗ്രൂപ്പില് ബന്ധപ്പെട്ട ആ ഉദ്യോഗ ജീവനക്കാരനോട് നമ്മൾ അത് തുറന്ന് പറയുക. ആൻഡ് ഷോ യുവർ ID. എന്ത് ചെയ്യണം? നമ്മുടെ ID കാർഡ് എന്ത് ചെയ്യുക? കാണിക്കുക. അപ്പൊ ചിലപ്പോൾ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വന്നവരായിരിക്കാം, അവിടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും അവർ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ വന്നിരിക്കുന്നു. ഇപ്പൊ ചില എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ടുകൾ കൊടുക്കാനായിട്ട് ചിലപ്പോൾ മറ്റു ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ചിലപ്പോൾ വരേണ്ടതായിട്ട് വരും, അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴും എന്തിനാണോ അതിന്റെ പ്രധാന ഉദ്ദേശം, അതാദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓപ്പറേഷൻ റൂമിലുള്ള ബന്ധപ്പെട്ട പേഴ്സണൽസ് അല്ലെങ്കിൽ ജീവനക്കാരോട് അറിയിക്കുകയും നമ്മുടെ ID കാർഡ് കാണിച്ചുകൊണ്ട് മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, ആ ഉദ്ദേശം ശരിയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ നമ്മൾ അതിലേക്ക് കടത്തിവിടുള്ളൂ. അത് നിർബന്ധമായിട്ടും അവരുടെ നിർദ്ദേശപ്രകാരം അത് കൃത്യമായിട്ട് പാലിക്കുന്നവരെ മാത്രമേ അതിലേക്ക് കടത്തിവിടുള്ളൂ. രണ്ടാമത്തത്, ഇപ്പൊ ഒരു ഒരു ഓപ്പറേഷന് വേണ്ടി നിങ്ങളൊക്കെ കുറച്ചു പേരൊക്കെ കയറിയിട്ടുണ്ടാവും, അല്ലെ? എങ്ങനെയാണ് ഒരു ഓപ്പറേഷന് വേണ്ടി നിങ്ങൾ തയ്യാറാക്കുന്നത്? എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? ഇപ്പൊ ലേഡീസിനാകുമ്പോഴാണ് കുറച്ചും കൂടി പറയാൻ കഴിയുക, അല്ലെ? എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? ജ്വല്ലറീസ് ഒക്കെ മാറ്റും, ശരി, റിമൂവ് ചെയ്യും, അതെല്ലാം ഒഴിവാക്കണം എന്ന് പറയും, അല്ലെ? പിന്നെയോ ഓർണമെന്റ്സ്, നെയിൽ പോളിഷ് ഒക്കെ റിമൂവ് ചെയ്യണം, അതെ, ഹെയർ ഒക്കെ നല്ല രീതിയിൽ കെട്ടിവെക്കണം, അതെ, നെയിൽ കട്ട് ചെയ്യണം, അവര് തരുന്ന സർജിക്കൽ ക്ലോത്ത് ഇടണം, അല്ലെ? നമുക്ക് ചിലപ്പോ ഗൗൺ പോലത്തെ ആവാം, അല്ലെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടം രീതിയിലുള്ളത്. ഇപ്പൊ അത് സ്ക്രബ്സ് ആണ്, അല്ലെ? ടോപ്പ് ആൻഡ് ബോട്ടം രീതിയിലുള്ളതാണ് ഇപ്പൊ തരാറ്. അപ്പൊ അങ്ങനെയുള്ള ഡ്രസ്സുകൾ നമ്മൾ ഇടണം. അതുപോലെ ക്യാപ്പ് വെക്കണം, അതെ, 2 സൈഡ് ഹെയർ ടൈ ചെയ്യണം, ശരി. ഇപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തിവിടുന്നത്, അല്ലെ? അപ്പൊ അതിനൊക്കെ ഓരോ ഉദ്ദേശമുണ്ട്, വെറുതെ എന്ന് പറയുന്നതല്ല, അല്ലെ? ഇതിന് ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിലും അതിന് പ്രത്യേക ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് അത് പറയുന്നത്. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ പറയുന്നത് കേട്ടോ. കുറച്ചും കൂടി എളുപ്പമായിരിക്കും വായിക്കുമ്പോൾ. നോക്കിയേ, ആർട്ടിഫിഷ്യൽ നെയിൽസ്, എക്സ്റ്റെൻഡേഴ്സ് ആൻഡ് ചിപ്ഡ് നെയിൽ പോളിഷ് പ്രൊട്ടക്ട് മോർ മൈക്രോ ഓർഗാനിസം ദാൻ ഹാൻഡ്സ് ആൻഡ് ക്യാൻ പോസിബിളി ടേക്ക് ദ സ്റ്റെറൈൽ ഏരിയ, സോ അവോയ്ഡ്. എന്താണ്? ഇപ്പൊ നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടാവും, അല്ലെ? ഒത്തിരി പേര് ആർട്ടിഫിഷ്യൽ നെയിൽസ്, നെയിൽ എക്സ്റ്റെൻഡറുകളൊക്കെ വയ്ക്കാറുണ്ട്, കണ്ടിട്ടുണ്ടാവും. റീൽസിലൊക്കെ കണ്ടു കാണില്ലേ? നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിലും ഒത്തിരി പേര് അങ്ങനെ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ നെയിൽസ് അല്ലെങ്കിൽ നെയിൽ എക്സ്റ്റെൻഡറുകൾ, അല്ലെങ്കിൽ ചിപ്ഡ് ആയിട്ടുള്ള, അതായത് പൂർണ്ണമായിട്ടും അത് കളഞ്ഞിട്ടുണ്ടാവില്ല, ചിപ്പ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള നെയിൽ, അത് ട്രിം ചെയ്ത രീതിയിലുള്ള നെയിൽ പോളിഷുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ഒരുപാട് സൂക്ഷ്മാണുക്കളെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു സന്ദർഭം അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളാണ് ഈ പറയുന്ന നെയിൽ പോളിഷുകൾ, ആർട്ടിഫിഷ്യൽ നെയില്, എക്സ്റ്റെൻഡഡ്, അതുപോലെ ചിപ്ഡ് ആയിട്ടുള്ള നെയിൽ പോളിഷുകളിലൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് മൈക്രോ ഓർഗാനിസത്തിന് ഒളിഞ്ഞിരിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഒരു നോർമൽ ഹാൻഡിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ മൈക്രോ ഓർഗാനിസം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അതെന്താണ്, നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് ഒരു സ്റ്റെറൈൽ ഏരിയ ആണ്. എന്ന് വെച്ചാൽ എന്താ, ഒരു അണുവിമുക്തമായ ഏരിയ ആണ്, അല്ലെ? അപ്പൊ അവിടേക്ക് ഈ വരുന്ന പേഷ്യൻസിന് ഇങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ നെയിൽസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എക്സ്റ്റെൻഡേഴ്സ് അവർ വെച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചിപ്ഡ് ആയിട്ടുള്ള നെയിൽ പോളിഷുകളാണ് അവർ ഇട്ടിരിക്കുന്നതെങ്കിലോ അതിൽ നിന്നൊക്കെ ആ സ്റ്റെറൈൽ ഏരിയയെ ഈ വരുന്ന അവരുടെ ആ നെയിലിൽ നിന്നും കണ്ടാമിനേറ്റഡ് ആവാൻ സാധ്യതയുണ്ട്, ഇല്ലേ? കണ്ടാമിനേറ്റഡ് ആവില്ലേ? ആ ഒരു സ്റ്റെറൈൽ എൻവയോൺമെന്റിനെ കണ്ടാമിനേറ്റഡ് ആക്കാനായിട്ട് ഈ മൈക്രോ ഓർഗാനിസംസ് വഴി സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും ഇത് അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നത്. ക്ലിയറായോ? ഓരോന്നിനും ഓരോ അതിൻ്റെതായ ഒരു റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് കേട്ടോ. മൂന്നാമതായിട്ട് റിമൂവ് ഓൾ ജ്വല്ലറി. എല്ലാ ജ്വല്ലറീസും നമ്മുടെ മേത്തിൽ നിന്നും റിമൂവ് ചെയ്യാനായിട്ട് ഉരുമാറ്റും, അല്ലെ? ഉരുമാറ്റി ആ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്നതിന് മുൻപേ നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾക്ക് കൊടുത്തിട്ട് വേണം കയറാനായിട്ട്. ജ്വല്ലറീസ് ഒന്നും യൂസ് ചെയ്യാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് സർജിക്കൽ ക്ലോത്ത്, അവർ തരുന്ന സർജിക്കൽ ക്ലോത്തുകൾ ടോപ്പ് ആൻഡ് ബോട്ടം, ഇപ്പൊ നിലവിൽ ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ടാണ്, അല്ലെ? ഗൗൺസ് ഒക്കെ മാറി ഇപ്പൊ പുതിയ മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ പുതിയ രീതിയിലുള്ളതൊക്കെ വന്നുകൊടുക്കുന്നുണ്ടോ. അപ്പൊ അങ്ങനെയുള്ള സർജിക്കൽ ക്ലോത്തുകൾ ധരിക്കുക. സർജിക്കൽ ക്ലോത്ത് മസ്റ്റ് ബി വോൺ ഓൺലി ഇൻ ദ സർജിക്കൽ ഏരിയ. സർജിക്കൽ ക്ലോത്ത് എപ്പോഴും എവിടെ മാത്രമേ ധരിക്കാൻ പാടുള്ളൂ? എവിടെ മാത്രമാണ് നമ്മൾ ധരിക്കുന്നത്?
ശസ്ത്രക്രിയ ചെയ്യുന്ന മേഖലയിൽ മാത്രമേ ഈ പറയുന്ന വസ്ത്രങ്ങൾ ധരിക്കാൻ പാടുള്ളൂ, അല്ലെ? സർജിക്കൽ ഏരിയയിൽ മാത്രമേ ഈ പറയുന്ന വസ്ത്രങ്ങൾ ധരിക്കാൻ പാടുള്ളൂ. Then cover shoes as per agency policy. ആ ഹോസ്പിറ്റലിന്റെ പോളിസി അല്ലെങ്കിൽ നയങ്ങൾക്കനുസരിച്ച് ഷൂ കവറുകൾ ഇടുക. ഇത് ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, അവിടുത്തെ ജീവനക്കാരെയും കൂടി ബാധിക്കുന്ന രീതിയിലാണ് കേട്ടോ. നമ്മളങ്ങനെ ചെരുപ്പ് ഷൂ ഒക്കെ ഇട്ട് അധികം കയറാറില്ല, അല്ലെ? പുറത്തൊക്കെ ഇട്ടിട്ടായിരിക്കും കയറുന്നത്. അവിടെ പ്രൊസീജിയർ ചെയ്യാൻ പോകുന്ന ആൾക്ക് അങ്ങനെ അതിന്റെ കാര്യമൊന്നുമില്ല. പക്ഷെ അല്ലാതെ വരുന്ന അവിടുത്തെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് അവര് ഷൂ കവറുകൾ ധരിക്കുക. ആ കവർ ഹെഡ്, തല എന്ത് ചെയ്യുക, വല്ല ക്യാപ്പോ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് കവർ ചെയ്യുക. ആൻഡ് സർജിക്കൽ മാസ്ക് ഓൾസോ ഫോർ പെർത്തോളിസി, എന്താ സർജിക്കൽ മാസ്കുകൾ ധരിക്കുക. ഇത്രയും കാര്യങ്ങള് നിങ്ങൾ മനസ്സിലായി? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? സ്പെഷ്യൽ സാൻഡൽസും ഉണ്ട്, ശരിയാണ്. അപ്പൊ അങ്ങനെയുള്ളതിൽ നിന്നും അവിടെ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസംസ് വരുന്നതിന് തടയുന്നതിന് വേണ്ടിയിട്ടാണ്, പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ മിസ്? ഓക്കെ അല്ലേ? ഓക്കെ. Then next, perform a surgical hand scrub as per agency policy. അപ്പൊ സർജറി ഒക്കെ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മളോട് ഹാൻഡ് നന്നായിട്ട് സ്ക്രബ് ചെയ്യാൻ പറയും. അതായത് അവിടുത്തെ ജീവനക്കാരും അത് ചെയ്യേണ്ടതാണ് കേട്ടോ. അവർ വരുന്ന പേഷ്യന്റ് മാത്രമല്ല ജീവനക്കാരും. കാരണം നമ്മുടെ ഹാൻഡിൽ, നമുക്ക് കയ്യിൽ കൂടുതലും മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അപ്പൊ നല്ല രീതിയിൽ സ്ക്രബ് ഉപയോഗിച്ച് അത് സ്ക്രബ് ചെയ്ത് നന്നായി ഹാൻഡ് വാഷ് ചെയ്യുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നന്നായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക. സർജിക്കൽ ഹാൻഡ് സ്ക്രബ്സ് റെഡ്യൂസ് ബാക്ടീരിയൽ കൗണ്ട്. അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? സ്പെഷ്യൽ ആയിട്ടുള്ള സ്ക്രബ്സ് അല്ലെങ്കിൽ ലിക്വിഡ്സ് തരാറുണ്ടോ? തന്നിട്ടുണ്ടോ? ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നിട്ടില്ലേ? ചിലർക്ക് കൊടുത്തു കാണും. ചില ഹോസ്പിറ്റലുകാര് അവർ കൊടുക്കാറുണ്ട് കേട്ടോ. ചില ഹോസ്പിറ്റലുകാർ കൊടുക്കും. ഇപ്പൊ സർജറി മെയിൻ ആയിട്ടുള്ള ഓപ്പറേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇങ്ങനെ നമുക്ക് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മുൻപൊക്കെ നമ്മൾ പ്രിപ്പയർ ആക്കി നമ്മൾ റെഡി ആക്കുന്നതിന് മുൻപായിട്ട് ഇങ്ങനെ നിങ്ങൾ ഇന്ന ഇത് ഉപയോഗിച്ച് വാഷ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ചില ഹോസ്പിറ്റലുകൾ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ അതിനുള്ളിൽ കയറുന്നതിന് മുൻപായിട്ടായിരിക്കും അവരോട് ഇത് പറയുന്നത്. അപ്പൊ നന്നായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക, നന്നായിട്ട് ഹാൻഡ് സ്ക്രബ് ചെയ്യുക. അത് എന്തിനു വേണ്ടിയാ? റെഡ്യൂസ് ബാക്ടീരിയൽ കൗണ്ട് ഓഫ് ഹാൻഡ്സ് ബിഫോർ അപ്ലൈങ് സ്റ്റെറൈൽ ഗ്ലൗസ്. ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള, അതായത് ഒരു നല്ല അണുവിമുക്തമായ ഒരു ഗ്ലൗസ് ധരിക്കുന്നതിന് മുൻപ് ഇങ്ങനെ ഹാൻഡ്സ് കൃത്യമായിട്ട് വാഷ് ചെയ്താൽ അല്ലെങ്കിൽ സ്ക്രബ് ചെയ്താൽ എന്താണ് അവിടുത്തെ ആ ഒരു ബാക്ടീരിയയുടെ കൗണ്ട് ഒരുപാട് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ലേ? അല്ലെ? ബാക്ടീരിയ സ്പ്രെഡ് ആവുന്ന ആ ഒരു കൗണ്ട് അല്ലെങ്കിൽ എണ്ണത്തെ നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. എന്നിട്ട് മാത്രമേ നമ്മൾ ആ ഒരു സർജിക്കൽ ഗ്ലൗസുകള് അവിടുത്തെ ജീവനക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഈ ഓപ്പറേഷന് കഴിച്ചവരാണെങ്കിലും ഇടാൻ പാടുള്ളൂ. Then asepsis, അതൊന്ന് നോട്ട് ചെയ്തോട്ടോ. Asepsis denote absence of, അവര് കഴുകുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ പേഷ്യൻസിനോടും പറയാറുണ്ട് കേട്ടോ. ചില ഹോസ്പിറ്റലുകാരാണ്, എല്ലാ ഹോസ്പിറ്റലും നമ്മൾ പോകുന്നതിനനുസരിച്ചായിരിക്കും. മിക്ക ഹോസ്പിറ്റലും ഇപ്പൊ ഇങ്ങനെയുള്ള പ്രൊസീജിയർ ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ കഴിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കി ആ പറയുന്ന പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യണേ. അസെപ്സിസ് എന്താണ്? ഒരു അസെപ്സിസ് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അസെപ്സിസ് ഡിനോട്ട് എന്താണ്? എന്താണോ എന്നാണ് പറഞ്ഞത് സഫീറ? ഓക്കെ. നോക്കിയപ്പോ asepsis denote the absence of disease causing microorganisms. എന്താണ് ഡിസീസ് കോസിംഗ് മൈക്രോഓർഗാനിസംസ്? അല്ലെങ്കിൽ രോഗമുണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കളുടെ അഭാവത്തെയാണ് നമ്മൾ അസെപ്സിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസെപ്സിസ് denotes absence of disease causing microorganisms. ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. That denotes the absence of disease causing microorganism. ഡിസീസ് കോസിംഗ് മൈക്രോഓർഗാനിസം അല്ലെങ്കിൽ രോഗമുണ്ടാക്കാൻ കാരണമായിട്ടുള്ള സൂക്ഷ്മാണുക്കളുടെ അഭാവമാണ് അസെപ്സിസ് എന്ന് പറയുന്നത്. അതായത് aseptic sterile technique is a method used to avoid contamination from infectious agents and it is used to keep alive a germ-free environment in the operating room. എന്താണ് അസെപ്സിസ്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മൈക്രോ ഓർഗാനിസംസ്, അതായത് രോഗം ഉണ്ടാക്കാൻ സാധ്യതയുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ അഭാവം എന്ന് പറയുമ്പോൾ അവിടെ അതില്ല, അല്ലെ? അതായത് അതൊരു സ്റ്റെറൈൽ ടെക്നിക്കാണ്, ഒരു അണുവിമുക്തമാക്കുന്ന ഒരു പ്രക്രിയയാണ്. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഏജൻസ് അല്ലെങ്കിൽ പകർച്ചവ്യാധികളൊക്കെ വരുന്ന ഏജൻസ്, പകർച്ചവ്യാധികൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കണ്ടാമിനേഷൻസ് അല്ലെങ്കിൽ മലിനമാകുന്നതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ, തടയാൻ സാധിക്കും. അത് ഈസ് യൂസ് ടു കീപ്പ്. അങ്ങനെ തടയുന്നത് വഴി നമുക്ക് ഒരു ജെർം ഫ്രീ എൻവയോൺമെന്റ് അല്ലെങ്കിൽ അണുവിമുക്തമായ ഒരു അന്തരീക്ഷം ഓപ്പറേറ്റിംഗ് റൂമിൽ നിലനിർത്താനും
സാധിക്കുന്നു. അപ്പൊ അസെപ്സിസ് എന്ന് പറയുന്നത് അവിടെ ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസത്തിന്റെ ആബ്സെൻസ് അല്ലെങ്കിൽ അഭാവമാണ്. അങ്ങനെ ഒരു സ്റ്റെറൈൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ അണുവിമുക്തമായ അന്തരീക്ഷം അവിടെ നിലനിർത്തുന്നത് വഴി നമുക്ക് ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു ജേം ഫ്രീ ആയിട്ടുള്ള അല്ലെ സൂക്ഷ്മാണുക്കളുടെയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ ഒന്നും പ്രസൻസ് ഇല്ലാതെ അതൊക്കെ ഒരു പരിധി വരെ കുറച്ച് നമുക്ക് നല്ലൊരു അണുവിമുക്തമായ അന്തരീക്ഷം ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ എന്ത് ചെയ്യാൻ പറ്റും, നിലനിർത്താൻ സാധിക്കുന്നു. വേഗം ഒന്ന് വായിച്ചു നോക്കി എന്തൊക്കെയാണ് ആ പോളിസികള്. ഏതെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം കേട്ടോ. ലാസ്റ്റ് പോയിന്റ്. ഓക്കെ, അസെപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താ നോട്ട് ചെയ്തിട്ടോ. അസെപ്സിസ് ഡിനോട്ട് ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസംസ്. അതായത് രോഗാണുക്കൾ, രോഗം വരാൻ സാധ്യതയുണ്ടാക്കുന്ന അല്ലെ, രോഗം ഉണ്ടാക്കാൻ സാധ്യതയുള്ള മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കളുടെ അഭാവമാണ് അസെപ്സിസ് എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയോ? അപ്പൊ ഒരു അസെപ്റ്റിക് ഏരിയ അല്ലെങ്കിൽ ഒരു അസെപ്റ്റിക് ടെക്നിക് എന്ന് പറയുന്നത് ശരിക്കും ഒരു അണുവിമുക്തമാക്കുക എന്നൊരു പ്രൊസീജിയർ തന്നെയാണ്. അപ്പൊ അങ്ങനെ അണുവിമുക്തമാക്കുക എന്ന് പറയുമ്പോൾ എന്താ, ഇസ് എ മെത്തേഡ് യൂസ് ടു അവോയ്ഡ് കണ്ടാമിനേഷൻ ഫ്രം ഇൻഫെക്ഷ്യസ് ഏജൻസ്. പകർച്ചവ്യാധികളിൽ നിന്നും മൂലമുണ്ടാകുന്ന അങ്ങനെയുള്ള പകർച്ചവ്യാധി അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് ഏജൻസിൽ നിന്നും ഉണ്ടാവുന്ന കണ്ടാമിനേഷൻ അല്ലെങ്കിൽ മലിനീകരണത്തെ കുറച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ഓപ്പറേഷൻ റൂമിലെ അന്തരീക്ഷം വളരെ അണുവിമുക്തമാക്കി ഒരു ജേം ഫ്രീ ആയിട്ട് നിലനിർത്താൻ സാധിക്കുന്നു ഈ ഒരു ടെക്നിക് ഉപയോഗിച്ചുകൊണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ സിനി? ഓക്കെ ഓക്കെ, അപ്പൊ മിസ്സിന് അടുത്ത ഭാഗത്തേക്ക് പോവാണേ. Each operating room varies depending on the type of surgery being done. അല്ലെ, ഏത് തരത്തിലുള്ള സർജറി ആണോ നമ്മൾ അവിടെ ചെയ്യുന്നത് അതിനനുസരിച്ച് ഓരോ ഓപ്പറേറ്റിംഗ് റൂമും വ്യത്യസ്തമാണ് അല്ലെ. അവിടുത്തെ ഓരോ കാര്യങ്ങളും വ്യത്യസ്തമാണ്. അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിലെ വ്യത്യാസങ്ങൾ വരും. അങ്ങനെ ഒത്തിരി വ്യത്യാസങ്ങൾ ഓരോ ഓപ്പറേറ്റിംഗ് റൂമിലും ഏത് തരത്തിലുള്ള സർജറിയാണ് ചെയ്യുന്നതിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ദ ഫസ്റ്റ് പോയിന്റ് നോക്കി, ദ ഓപ്പറേറ്റിംഗ് ടേബിൾ ഇൻ ദ സെന്റർ ഓഫ് ദ റൂം ഷുഡ് ബി ഏബിൾ ടു റൈസ് ലോവർ ആൻഡ് ടിൽറ്റ് ഇൻ എനി ഡയറക്ഷൻ. ആണോ? ഒരു ഓപ്പറേറ്റിംഗ് ടേബിൾ എവിടെയായിരുന്നത്? ആ റൂമിന്റെ സെന്ററിലാണോ? കയറിയവരുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞേ, സെന്ററിലാണോ ഇടുന്നത്? അതെ, ഓക്കെ. അവിടെ എന്താണ് ആ ഒരു ഓപ്പറേറ്റിംഗ് ടേബിൾ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ഉയർത്താൻ പറ്റും, ചിലപ്പോ താഴ്ത്താൻ സാധിക്കും, അല്ലെങ്കിൽ ടിൽറ്റ് ചെയ്യുക, ചരിക്കാനായിട്ട് അല്ലെ. ഏത് ദിശയിലേക്കും എനി ഡയറക്ഷൻ, ഏത് ദിശയിലേക്കും ചരിക്കാനോ ഉയർത്താനോ താഴ്ത്താനോ ഒക്കെ സാധിക്കുന്ന രീതിയിൽ സെന്ററിൽ ആ ഒരു റൂമിന്റെ മധ്യഭാഗത്തായിട്ടായിരിക്കും ആ ഓപ്പറേറ്റിംഗ് ടേബിൾ സ്ഥാപിച്ചിട്ടുണ്ടാവുക അല്ലെ. അങ്ങനെയല്ലേ? ഓക്കെ, കണ്ടിട്ടുണ്ടാവുമല്ലോ. രണ്ടാമത്, the operating room lamps allow to brilliant illumination without shadows in the case of surgery. ഇനി എന്താ, ആ ഓപ്പറേറ്റിംഗ് റൂമില് ലാമ്പുകൾ ഉണ്ടാവും, ഒത്തിരി ലൈറ്റുകൾ കാര്യങ്ങള് അയൺ ചെയ്തിട്ടുണ്ടാവും അല്ലെ. അതെങ്ങനെയാണ്? allow for brilliant illumination, അല്ലെങ്കിൽ ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രകാശം തരുന്ന രീതിയിൽ അല്ലെ, ആവശ്യമായ മതിയായ അളവിലുള്ള പ്രകാശം തരുന്ന രീതിയിലുള്ള ഒരു ലാമ്പും ലൈറ്റിങ്ങും ആയിരിക്കും അതിനുള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ആണോ? വലിയ രീതിയിലുള്ള ലൈറ്റും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടില്ലേ ഇതിനുള്ളില്? ഉണ്ട് അല്ലെ. വിത്തൗട്ട് ഷാഡോസ് ഇൻ ദ കേസ് ഓഫ് സർജറി എന്ന് വെച്ചാൽ എന്താ, സർജറി ചെയ്യുന്ന സമയത്ത് യാതൊരു നിഴലുകളൊന്നും വരാനായിട്ട് പാടില്ല. സ്വാഭാവികമായിട്ടും ലൈറ്റ് ഒക്കെ ഇടുമ്പോൾ ഒരു സൈഡിൽ നിഴല് വരാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നിഴലുകളൊന്നും വരാത്ത രീതിയിൽ നല്ല രീതിയിലുള്ള ഉജ്ജ്വലമായ ഒരു പ്രകാശം കിട്ടുന്ന രീതിയിലായിരിക്കണം അവിടുത്തെ ലാമ്പുകൾ അറേഞ്ച് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ സെന്റൻസ്,
Then third one ആണ് patient will be linked to different monitors that keep track of vital signs. These consist of your heart rate and blood pressure. ഇനി എന്താണ് പേഷ്യൻസിനെ പല ഡിഫറെന്റ് മോണിറ്റേഴ്സുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും, കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഉണ്ടാകുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അതായത് അവരുടെ സുപ്രധാന സൈൻസ് എന്ന് പറയുന്ന ഒരു സുപ്രധാന അടയാളങ്ങള്, അവരുടെ ഹാർട്ട് റേറ്റ് മനസ്സിലാക്കാൻ, അവരുടെ ബ്ലഡ് പ്രഷർ, അതായത് ആ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അവരുടെ ഹാർട്ട് റേറ്റ് എങ്ങനെയാണ്, നോർമൽ ലെവൽ തന്നെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത്, ബ്ലഡ് പ്രഷർ എങ്ങനെയാണ്, വേരിയേഷൻസ് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള വൈറ്റൽ സൈൻസ് അല്ലെങ്കിൽ സുപ്രധാന അടയാളങ്ങൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി പല ഡിഫറെന്റ് മോണിറ്റേഴ്സിലേക്ക് അവരെ ആ പേഷ്യൻസിനെ എന്ത് ചെയ്യും, ലിങ്ക് ചെയ്യുക അല്ലെങ്കിൽ കണക്ട് ചെയ്ത് വെക്കുന്നു. ആണോ? ചെയ്തിട്ടുണ്ടോ? മനുവിന് ചെയ്തിട്ടുണ്ട് അല്ലെ? ഓക്കെ, കുറച്ച് പേർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ തേർഡ് പോയിന്റ്? ഓക്കെ അല്ലേ? അറിയാവുന്ന കാര്യങ്ങളല്ലേ? ഇനി എക്സ്ട്രാ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ മിസ്? വേണോ? വേണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഫോർത്തിലേക്ക് പോവാം. A ventilator or breathing machine stands close to the head of the operating table. ഇനി എന്താ? ആ ഓപ്പറേറ്റിംഗ് ടേബിളിന്റെ തലയുടെ ഭാഗം ഹെഡ് ഭാഗത്തായിട്ട് വെന്റിലേറ്റർ അല്ലെങ്കിൽ ബ്രീത്തിങ് മെഷീൻസ് വെച്ചിട്ടുണ്ടായിരിക്കും. കണ്ടിട്ടുണ്ടോ അത്? വെന്റിലേറ്റർ അല്ലെങ്കിൽ ബ്രീത്തിങ് മെഷീൻസ് വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഒരു വെന്റിലേറ്റർ അല്ലെങ്കിൽ ബ്രീത്തിങ് മെഷീൻസ് അങ്ങനെ ഹെഡിന്റെ ഭാഗത്ത് വെക്കുന്നത് അപ്പൊ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയാ അത് വെക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അവർക്ക് ആ ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ബ്രീതിങ്ങുമായി ബന്ധപ്പെട്ട് എന്തൊരു ഡിഫിക്കൽട്ടി വന്നാലും അതെ പെട്ടെന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഹെഡിന്റെ ഭാഗത്തായിട്ട് അത് അല്ലെ വെച്ചിരിക്കുന്നത്. നോക്കിയേ, ഇഫ് ദ പ്രൊസീജിയർ ഈസ് ഡൺ അണ്ടർ ജനറൽ അനസ്തേഷ്യ, എ വെന്റിലേറ്റർ വിൽ breathe for you in the course of the procedure, moving oxygen and air in and out of your lungs. അതെ അതെ, അനസ്തീഷ്യ, അതാണ് ഇവിടെ ജനറൽ അനസ്തീഷ്യ എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അനസ്തീഷ്യയുമായി ബന്ധപ്പെട്ട് പഠിച്ചില്ലേ? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് പഠിച്ചിരുന്നോ? ജനറൽ അനസ്തീഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് ഒരു ജനറൽ അനസ്തീഷ്യ എന്ന് മിസ്സിനൊന്ന് പറഞ്ഞു തന്നെ പറയാലോ? പഠിച്ചതല്ലേ? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ പഠിച്ചിരുന്നോ? പഠിച്ചിട്ടില്ലേ? എന്താണ് ജനറൽ അനസ്തീഷ്യ എന്നുള്ളത്? എന്താണ് ആരും ഒന്നും ഇണ്ടാത്തത്? കേട്ടിട്ടില്ലേ? അതുകൊണ്ടാണോ? കേൾക്കാത്തത് കൊണ്ടാണോ റിപ്ലൈ ചെയ്യാത്തത്? മാസ്ക് വഴിയാണ്. അവിടുത്തെ ആ ഒരു അനസ്തീഷ്യ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതായത് നമ്മളെ മൊത്തമായിട്ട് പൂർണ്ണമായിട്ടും നമ്മളെ ഇതാക്കുകയാണോ, അതൊരു പ്രത്യേക ഭാഗത്ത് മാത്രമായിട്ടുള്ള ഒരു അനസ്തീഷ്യ ആണോ നമുക്ക് തരുന്നത്? ടോട്ടലി അല്ലെ? അതാണ് ഇവിടെ ജനറൽ അനസ്തീഷ്യയുടെ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന മീനിങ് അതാണ് കേട്ടോ. നമുക്ക് ഫുള്ളായിട്ട് നമ്മുടെ ആ ഒരു ടോട്ടൽ അല്ലെ പൂർണ്ണമായും നമ്മളെ മയക്കാണ് ചെയ്യുന്നത്. ആ സമയത്ത് അങ്ങനൊരു പ്രൊസീജിയർ സമയത്ത് അവനൊരു ജനറൽ അനസ്തീഷ്യ കൊടുത്ത് ആ പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ആ പേഷ്യന്റിന് വേണ്ടി ബ്രീത്ത് ചെയ്യാൻ അല്ലെ, അവരുടെ ശ്വസനവുമായി ബന്ധപ്പെട്ട് അവർക്ക് ബ്രീത്തിങ് ഈസ് ചെയ്യാൻ വേണ്ടി അത് ആ ഒരു പ്രൊസീജിയർ തീരുന്നത് വരെ, അത് ആ ഒരു പ്രൊസീജിയർ ആ ഒരു സർജറി ചെയ്ത് തീരുന്നത് വരെ അവർക്ക് നോർമൽ ആയിട്ട് ബ്രീത്ത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ആ സമയത്ത് നമ്മളിങ്ങനെയുള്ള വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ്, വെന്റിലേറ്റർ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ലങ്സിലേക്ക്, ഓക്സിജനും എയറും ലങ്സിലേക്ക് കൊടുക്കുന്നതും അവിടെ നിന്ന് പുറത്തേക്ക് എടുക്കുന്നതും. ക്ലിയർ ആയല്ലോ? അപ്പൊ വെന്റിലേറ്ററിന്റെ യൂസ് എന്താന്ന് മനസ്സിലായോ? ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്ന പേഷ്യൻസിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വെന്റിലേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ഓക്സിജന്റെ ഇൻ ആൻഡ് ഔട്ട് നടത്തുന്നത്. ഓക്കെ അല്ലേ? Then germ-free instruments to be used during surgery. സർജറിക്ക് എപ്പോഴും നമ്മൾ ശസ്ത്രക്രിയക്ക് അണുവിമുക്തമായ ഉപകരണങ്ങൾ അല്ലെങ്കിൽ സ്റ്റെറൈൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഉപയോഗിക്കുക. Then a diathermy machine to control bleeding usually is present. ഇനി ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ബ്ലീഡിങ് അല്ലെങ്കിൽ രക്തസ്രാവം ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ തടയുന്നതിന് വേണ്ടി ഒരു ഡയാതെർമി മെഷീനുകളാണ് യൂസ് ചെയ്യുക. അത് എപ്പോഴും ഇല്ല, ചില ആളുകൾക്ക് ചിലപ്പോൾ ബ്ലീഡിങ് വളരെ എന്താണ് കൂടുതലായിട്ട് ബ്ലീഡിങ് ഒക്കെ വരാം അല്ലെ, അപ്പൊ അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡയാതെർമി മെഷീൻ ഉപയോഗിച്ചാണ് നമ്മൾ അവിടെ കൺട്രോളിങ് നടത്തുന്നത്. Then if the
surgery requires it a heart lung machine or other specialized tool may be brought into the room. ഇനി if a surgery ആ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് ആവശ്യമായി വരികയാണെങ്കിൽ ഓരോ സർജറിയും നടത്തുമ്പോൾ നമുക്കറിയാലോ ഇന്ന സർജറിയാണ് നടത്താൻ പോകുന്നത് അറിയാലോ. ആ സർജറിക്ക് ആവശ്യമായി വരികയാണെങ്കിൽ അവിടെ ഒരു ഹാർട്ട് ലങ് മെഷീൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് വെക്കും, അല്ലെങ്കിൽ മറ്റ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടൂൾസ്. അതായത് ഹാർട്ട് ലങ് മെഷീൻ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ഹാർട്ട് ലങ് മെഷീൻ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ചെറിയ ചെറിയ മെഷീൻസ് പറയുന്നുണ്ട് അല്ലെ. ഹാർട്ട് ലങ് മെഷീൻ എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ബൈപ്പാസ് സർജറി ഒക്കെ ചെയ്ത് കേട്ടിട്ടുണ്ടോ? അതെ, കാർഡിയോ പൾമണറി ബൈപ്പാസ് മെഷീൻ എന്ന് നമ്മൾ ഇതിലെ പറയാറ്. കേട്ടിട്ടുണ്ടോ? എന്തിനു വേണ്ടി ആയിരിക്കും? ബൈപ്പാസ് സർജറി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ട് അപ്പൊ ആ സമയത്ത് നമ്മുടെ ഹാർട്ടിന് നോർമലായിട്ട് പ്രവർത്തിക്കാൻ പറ്റുമോ? അതിന്റെ ഫങ്ഷൻസ് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുമോ? ഓപ്പൺ സർജറീസ് ആണ് അല്ലെ. അപ്പൊ ആ സമയത്ത് വളരെ ടെമ്പററി ആയിട്ട് അല്ലെ, വളരെ താൽക്കാലികമായിട്ട് ആ ഹാർട്ടിന്റെയും ലങ്സിന്റെയും ആ സർജറി ചെയ്യുന്ന ആ സമയത്തേക്ക് കേട്ടോ, ആ സർജറി ചെയ്യുന്ന സമയത്തേക്ക് ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ആ ഹാർട്ടിന്റെയും ലങ്സിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഹാർട്ട് ലങ് മെഷീൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താണ് ഒരു ഹാർട്ട് ലങ് മെഷീൻ എന്ന് പറയുന്നത്? ഇങ്ങനെ ഒരു ബൈപ്പാസ് സർജറിയാണ് അവിടെ ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഹാർട്ട് ലങ് മെഷീൻസ് ഒക്കെ സ്പെഷ്യലൈസ് ഉള്ള ഇങ്ങനെയുള്ള മെഷീൻസ് അവിടെ സജ്ജീകരിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞോട്ടെ, ലാസ്റ്റ് പോയിന്റ്. The operating room will likely be cold to reduce bacterial growth. നമ്മൾ പറഞ്ഞത് തന്നെ അല്ലെ, ബാക്ടീരിയയുടെ ഒക്കെ ഗ്രോത്ത് അല്ലെങ്കിൽ അതിന്റെ വളർച്ച കുറയ്ക്കുന്നതിന് വേണ്ടി എപ്പോഴും ആ ഓപ്പറേറ്റിംഗ് റൂം എങ്ങനെയായിരിക്കണം? കോൾഡ് ആയിരിക്കണം, തണുത്ത ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ ആ ഓപ്പറേറ്റിംഗ് റൂമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്താണ് ചോദിച്ചത്? ഡയാതെർമി മെഷീനോ? ഡയാതെർമി മെഷീൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതൊരു മെഷീനാണ്. അതായത് ഒരു ചൂടായ ഒരു ഉപകരണമാണ്, ചൂടാക്കി നമുക്ക് ചൂടാകുന്ന ഒരു ഉപകരണമാണ്. ആ ഒരു ചൂടാകുന്ന ഉപകരണമാകുമ്പോൾ അത് ഏത് മുറിവിന്റെ അടുത്താണോ നമുക്ക് ആ ഒരു ബ്ലീഡിങ് വരുന്നത്, ആ മുറിവിന്റെ അവിടുത്തെ ഒന്നല്ലെങ്കിൽ അതിന്റെ സ്കിൻ, അതിന്റെ തൊലിക്കോ അല്ലെങ്കിൽ അതിന്റെ മാംസമോ ഒക്കെ കരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ബ്ലഡ് ബ്ലീഡിങ് നിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തടയുന്നതിന് വേണ്ടി ആ വൗണ്ട് അല്ലെങ്കിൽ ആ ഒരു മുറിവിന്റെ അവിടുത്തെ തൊലിയോ അല്ലെങ്കിൽ മാംസമോ എന്ത് ചെയ്യുന്നു ആ ചൂടായ ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് കരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ, ബേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ ആ ഒരു ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഇത്രയും വരെയും ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്ത ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അടുത്ത ഭാഗത്ത് വരുമ്പോഴേക്കും ഇത്രയും ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരണേ. താങ്ക് യു.